അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി പുറത്തിറക്കുന്ന സുന്നത്ത് കുസുമം മാസികകൾക്ക് വരിക്കാരെ ചേർത്ത് മദ്രസയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി stmindia.org എന്ന ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലഭിച്ച ഈ പേജിൽ മദ്രസയുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യണം. മദ്രസയുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച് സെക്രട്ടറിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ലഭിക്കും. അതിൽ ക്യാമ്പയിൻ 2026 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ വരിക്കാരെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. വളരെ എളുപ്പമാണ്. സ്റ്റുഡൻറ്റ് കോപ്പി, പബ്ലിക് കോപ്പി, മുഅല്ലിം കോപ്പി, ഇങ്ങനെ 3 കാറ്റഗറീസ് ഇവിടെ കാണും. സ്റ്റുഡൻറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ മദ്രസയിലെ കുട്ടികളെ വരിക്കാരായി ചേർക്കാനും, പബ്ലിക് കോപ്പി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളല്ലാത്ത ആ നാട്ടിലെ മറ്റ് ഉള്ളവരെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുടുംബിനികൾക്ക്, രക്ഷിതാക്കൾക്ക്, നാട്ടുകാർക്ക്, അങ്ങനെ പലർക്കും നമുക്ക് മാസികകൾ നമ്മൾ വരിക്കാരെ ചേർക്കും. അങ്ങനെ ചേർത്താൽ പബ്ലിക് കോപ്പിയിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. മൂന്നാമതായി മുഅല്ലിം കോപ്പി. നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങളെല്ലാം സുന്നത്തിൻ്റെ വരിക്കാരായി ചേർക്കണം. നമുക്ക് ആദ്യം സ്റ്റുഡൻറ്റ് കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു കുട്ടിയെ ആഡ് ചെയ്യാം. സ്റ്റുഡൻറ്റ് നെയിമിൽ പോയി നമ്മൾ കുട്ടിയുടെ പേര് എൻ്റർ ചെയ്യുന്നു. കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ 3 സ്കീമുകൾ നമുക്കിവിടെ അറിയാം. നമ്മുടെ സർക്കുലറിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്കീം 1 എന്ന് പറഞ്ഞാൽ സുന്നത്തും കുസുമവുമാണ്. സ്കീം 2 എന്ന് പറഞ്ഞാൽ സുന്നത്ത് മാത്രമാണ്. സ്കീം 3 എന്ന് പറഞ്ഞാൽ കുസുമം മാത്രമാണ്. നമുക്ക് സ്കീം 1 സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ്, ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി ഇത് സേവായി. ഒരു കുട്ടിയെ നമ്മൾ വരിക്കാരായി ചേർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഇങ്ങനെ ഓരോ കുട്ടികളെയും നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്കിവിടെ എക്സൽ ഷീറ്റും അതുപോലെ തന്നെ PDF ഒക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. നമുക്ക് അടുത്തതായി പബ്ലിക് കോപ്പിയിലേക്ക് ഒരാൾ ചേർക്കാം. പേര് എൻ്റർ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ, ആ പബ്ലിക് കോപ്പിയായി വരിച്ചേരുന്നവരുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം അവരുടെ സ്ഥലം കൊടുക്കാം. രണ്ടാമതായി നമുക്കതിൻ്റെ സ്കീം, ഇപ്പോൾ പബ്ലിക് കോപ്പി ആണെങ്കിൽ സ്കീം 1, സ്കീം 2, സ്കീം 3, ഈ 3 സ്കീമുകളുമുണ്ട്. അവർക്ക് സുന്നത്ത് മാത്രമാണ് വേണ്ടതെങ്കിൽ സ്കീം 2 സെലക്ട് ആക്കിയതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതും സേവായി കഴിഞ്ഞു. സേവായി കഴിഞ്ഞ് നമുക്കിവിടെ താഴെ നോക്കാം. സ്റ്റുഡൻറ്റ് കോപ്പീസിൽ ഇപ്പോൾ ഒരാൾ ചേർത്തിട്ടുണ്ട്. പബ്ലിക് കോപ്പിയിൽ ഇസ്മായിൽ എന്ന് പറയുന്ന മറ്റൊരാൾ ചേർത്തിട്ടുണ്ട്. ഇവിടെ മുഅല്ലിം കോപ്പിയിൽ ഒരാളുമില്ല, 0 ആണ്. നമുക്ക് മുഅല്ലിം കോപ്പിയിലേക്ക് ഒരാൾ ചേർക്കാം. അതിനുവേണ്ടി മുഅല്ലിം കോപ്പി എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഉസ്താദിൻ്റെ MSR നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ അവരുടെ പേരും സ്ഥലവും വരും. അതിനുശേഷം ആ മുഅല്ലിമിൻ്റെ ഫോൺ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം സേവ് ബട്ടണും ക്ലിക്ക് ചെയ്യാം. മുഅല്ലിം കോപ്പിയും ഇവിടെ സേവായി കഴിഞ്ഞു. വളരെ ലളിതമായി തന്നെ സ്റ്റുഡൻറ്റ് കോപ്പി, പബ്ലിക് കോപ്പി, അതുപോലെ തന്നെ മുഅല്ലിം കോപ്പി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. MSR ഇല്ലാത്ത മുഅല്ലിം ആണെങ്കിൽ അവിടെ 0 നമ്പർ അടിച്ചാൽ മതിയാകും. ഇപ്പോൾ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അടുത്തതായി ഇങ്ങനെ ഓരോ കുട്ടികളെയും നമ്മൾ മൊത്തം എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് നമുക്കിവിടെ ഗ്രാൻഡ് ടോട്ടൽ എത്ര എമൗണ്ട് ആയി എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ആദ്യത്തെ സ്കീം 1ൻ്റെ ഒരു കുട്ടിയാണ്, 400 രൂപയാണ്. സ്കീം 2ൻ്റെ ഒരാളുണ്ട്, 210. മുഅല്ലിം കോപ്പി ഒരാളുണ്ട്, 200 രൂപ. അങ്ങനെ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് വിശദമായി ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാം.
മദ്രസ വിഹിതം, അതായത് ഇത് ചേർത്ത ഉസ്താദിനൊക്കെയുള്ള വിഹിതം എത്രയാണ്, മാഗസിൻ സെക്രട്ടറിക്ക് എത്രയാണ് ലഭിക്കുന്നത്, ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടത്, ഇതൊക്കെ ഇവിടെ വിശദമായി കാണിക്കും. ടോട്ടൽ സുന്നത്ത് എത്രയായിട്ടുണ്ട്, ടോട്ടൽ കുസുമം എത്രയായിട്ടുണ്ട്, അതും ഇവിടെ കാണിക്കുന്നതാണ്. രണ്ടാമതായി നമുക്ക് പേ ഓൺലൈൻ. ഇതിൻ്റെ അമൗണ്ട് നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം. റേഞ്ചിൻ്റെ വിഹിതം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇവിടുന്ന് പേ ചെയ്യാൻ പറ്റും. റേഞ്ചിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് റേഞ്ചിലേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പേ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സദറുസ്താദിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് അടിക്കേണ്ടതുണ്ട്. ഇനി ആരെങ്കിലും ഡയറക്റ്റ് പൂർണ്ണമായിട്ടും ക്യാഷ് റേഞ്ചിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് നമുക്ക് ഓൺലൈനിൽ തന്നെ പേ ചെയ്യുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മളോട് ചോദിക്കുന്നുണ്ട് കൺഫർമേഷൻ. അവിടെ എസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫൈനലായിട്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് മദ്രസ തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ മദ്രസ സദർ ഉസ്താദ് റേഞ്ചിലെ മാഗസിൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഞ്ചിൽ നിന്ന് അപ്രൂവൽ ചെയ്യണം. റേഞ്ചിൽ നിന്ന് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നമുക്ക് സുന്നത്ത് കുസുമം നമുക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് കൂടി ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക.